നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. കൂടാതെ മരണസംഖ്യ ഉയരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 4 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. നിരവധി പേർ കുഴഞ്ഞു വീണിരിക്കുന്നു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രവർത്തകർക്കടക്കം ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത്. കൂടുതൽ ആളുകൾ കൂട്ടത്തോടെ എത്തിയത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ആക്കം കൂട്ടിയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 50-ലധികം ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ താരങ്ങളെ സ്റ്റേഡിയത്തിനകത്ത് കാണാനായി എത്തിയ ആളുകളാണ് ഈ രീതിയിൽ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ്. എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നോ, അതോടൊപ്പം തന്നെ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നോ എന്നടക്കം പരിശോധിക്കേണ്ടതായുണ്ട്. അക്കാര്യത്തിലെല്ലാം തന്നെ അന്വേഷണം അടക്കം നടക്കേണ്ടതായുണ്ട്. അക്കാര്യത്തിലെല്ലാം തന്നെയുള്ള ഒരു വിശദീകരണമെല്ലാം തന്നെ ഔദ്യോഗികമായി വരേണ്ടതുണ്ട്. എന്തായാലും വളരെ വൈകി തന്നെയാണ് ഒരു അനുമതി ഈ വിക്ടറി പരേഡിന് നൽകിയത്. നേരത്തെ അനുമതി നൽകിയിരുന്നില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തി വിക്ടറി പരേഡിന് അനുമതി നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിലായാണ് അനുമതി നൽകിയത്. പക്ഷേ ആ വിക്ടറി പരേഡ് നടക്കാനിരിക്കുകയാണ് വലിയൊരു അപകടമുണ്ടായത്. കൂടുതൽ ആളുകൾ താരങ്ങളെ കാണാനായി, അതായത് വിധാൻ സൗദയിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയം വരെയാണ് ഈ ഒരു വിക്ടറി പരേഡ് നടത്താനായി ഇരുന്നത്. ഈ താരങ്ങൾ എത്തുമ്പോൾ, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ കാണാമെന്ന പ്രതീക്ഷയിൽ എത്തിയ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എന്തായാലും ഈ ആളുകൾ കൂട്ടത്തോടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ആക്കം കൂട്ടിയത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വലിയ ഒരു ദുരന്തം തന്നെ ഉണ്ടായി എന്നതാണ് കാണാൻ കഴിയുന്ന ഒരു ആഘോഷം ദുരന്തത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയ ഒരു അപകടമുണ്ടാകുന്നു. നിരവധി ആളുകളെ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് അടക്കമാണ് ആളുകളെ മാറ്റിയിട്ടുള്ളത്. കൂടുതൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഈ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. നിരവധി ആളുകൾ കുഴഞ്ഞു വീണിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് 50-ലധികം ആളുകൾക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടാകുന്നു. കൂടാതെ ഇവർക്ക് പരിക്കേറ്റത് തിക്കിലും തിരക്കിലും പെട്ട് തന്നെയാണ് പരിക്കേറ്റത്. ആളുകൾ പുറത്തേക്ക് മാറാനായി ഈ ആളുകളുടെ തന്നെ മുകളിലൂടെ കയറി, സമീപത്തെ ആളുകളുടെ മുകളിലൂടെ കയറി തന്നെ മാറേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയൊരു അപകടം തന്നെ ഉണ്ടാകുന്നു. എന്തായാലും 14 വയസ്സുള്ള ഒരു കുട്ടിയും ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നതാണ് ലഭിക്കുന്ന ഒരു വിവരം. 14 വയസ്സുള്ള ഒരു കുട്ടി, ദിവ്യാൻഷി എന്നതാണ് ആ കുട്ടിയുടെ പേരെന്ന രീതിയിലാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രാദേശികമായി ലഭിക്കുന്ന വിവരമാണ്. 14 വയസ്സുള്ള ഒരു കുട്ടി ദാരുണമായി ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും 10-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. 11 പേർക്കാണ് ജീവൻ നഷ്ടമായതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താരങ്ങളെ കാണാനുള്ള ഒരു തിരക്ക് തന്നെയാണ് ഈ അപകടത്തിലേക്ക് ഉണ്ടായത്. ആരാധകർ കൂട്ടത്തോടെ എത്തിയതാണ് ഈ അപകടത്തിൻ്റെ ആക്കം കൂട്ടിയത്. സുരക്ഷാ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ വീഴ്ചയുണ്ടായി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും അക്കാര്യത്തിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം, അന്വേഷണം അടക്കം വരേണ്ടതായുണ്ട്. കൂടുതൽ ആളുകൾ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് എത്തിയത് തന്നെയാണ് അപകടത്തിന് ആക്കം കൂട്ടിയത്. താരങ്ങളെ കാണാനായി കൂട്ടമായി തന്നെ പ്രവേശിക്കാനായി, അല്ലെങ്കിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയൊരു ആഹ്ലാദ പ്രകടനം നടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ഒരു വലിയൊരു അപകടമുണ്ടാകുന്ന, വളരെ ദാരുണമായ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. ഒരു ആഘോഷം ദുരന്തമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. എന്തായാലും നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന വിവരങ്ങളും ഈ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും 11 പേർക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. തിക്കിലും തിരക്കിലും പെട്ടാണ് 11 പേർക്ക് ജീവൻ നഷ്ടമായത്. നിരവധി പേർ കുഴഞ്ഞു വീണു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ IPL കിരീട ജേതാക്കളെ കാണാനായി ആരാധകർ കൂട്ടത്തോടെ ബംഗളൂരുവിലേക്ക് എത്തിയതാണ്, അല്ലെങ്കിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിയതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം. കൂടാതെ ഇതിൻ്റെ ആളുകൾ കൂട്ടമായി എത്തിയത് തന്നെയാണ് അപകടത്തിൻ്റെ ആക്കം കൂട്ടുന്ന ഒരു കാര്യം. ഈ അവസാന നിമിഷം തന്നെയാണ് സർക്കാർ വിക്ടറി പരേഡിന് അനുമതി നൽകിയത്. നേരത്തെ അനുമതി നൽകിയിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളെല്ലാം തന്നെ മുൻനിർത്തി അനുമതി നിഷേധിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ്, വളരെ ചുരുങ്ങിയ സമയത്തിലാണ്
ഈ അനുമതി നൽകുന്നത്. എന്തായാലും നിയന്ത്രിക്കുന്നതിൽ അപ്പുറം ആളുകളാണ് എത്തിയതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നൊരു കാര്യം. തിരക്ക് നിയന്ത്രിക്കാനായി കഴിഞ്ഞില്ല. കൂടുതൽ ആളുകൾ അവിടത്തേക്ക് എത്തിയത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. പോലീസ് പരമാവധി ശ്രമിച്ചു, പക്ഷേ 5000 പോലീസിലധികം അവിടെ 5000 പോലീസിനെ അവിടെ വിന്യസിച്ചിരുന്നു. പക്ഷേ അത് പര്യാപ്തമായിരുന്നില്ല എന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ മാപ്പ് ചോദിക്കുന്നു എന്നതാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കിയൊരു കാര്യം. വൃന്ദ. ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം തന്നെ ഈ വിക്ടറി പരേഡിൽ എല്ലാവർക്കും പങ്കെടുക്കാം എന്നുള്ളത് തന്നെയാണോ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു തിക്കും തിരക്കിലിടയിലും പെട്ടാണ് ഇത്തരത്തിലധികം വലിയൊരു ദുരന്തത്തിന് തന്നെ കാരണമാകുന്നത്? 11 മരണം നിലവിൽ സ്ഥിരീകരിച്ച് നിരവധി ആളുകൾ ആശുപത്രിയിൽ കഴിയുകയാണ്, ചികിത്സയിൽ തുടരുകയാണ്, ഗുരുതരമായി കഴിയുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ എല്ലാവർക്കും ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണോ ഇത്തരത്തിൽ ആളുകളെ അകത്തേക്ക് കയറാൻ പ്രവേശിപ്പിച്ചത് എന്നതിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതില്ലേ? പ്രത്യേകിച്ച് ഒരു സ്റ്റേഡിയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെയുണ്ട്. നേരത്തെ ഇത്തരത്തിൽ അനുമതി നിഷേധിച്ച ഒരു പരിപാടിയാണ്. വീണ്ടും ഈ ചില നിയന്ത്രണങ്ങളോടുകൂടിയുള്ള അനുമതിയെല്ലാം നൽകി ഈ സ്റ്റേഡിയത്തിലേക്ക് അകത്തേക്ക് കയറാം എന്ന് തെറ്റിദ്ധരിച്ചതാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന് തന്നെ കാരണമായിരിക്കുന്നത് അല്ലേ? വൃന്ദ, തീർച്ചയായും ഈ താരങ്ങളെ കാണാനായി കൂടുതൽ ആളുകൾ ഒന്നിച്ച് ആ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ചത് തന്നെയാണ് ഈ രീതിയിൽ വലിയൊരു തിക്കും തിരക്കുമുണ്ടായി അപകടത്തിലേക്ക് നയിച്ചത്. എന്തായാലും 11 പേർക്ക് ജീവൻ നഷ്ടമായി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ വലിയ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നതാണ് സർക്കാർ പറയുന്ന കാര്യം. 5000-ഓളം പോലീസുകാരെ വിന്യസിച്ചിരുന്നു. പക്ഷേ അത് പര്യാപ്തമായിരുന്നില്ല എന്നതാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. തിരക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് പോയി എന്നത് തന്നെയാണ് പ്രധാനമായുള്ള ഒരു കാര്യം. പക്ഷേ ആ ഒരു നിയന്ത്രിക്കാൻ കഴിയാത്ത തന്നെയാണ് ഈ രീതിയിലേക്കുള്ള ഒരു അപകടമുണ്ടായത്. എന്തായാലും ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോൾ വളരെ സുരക്ഷാ കാരണങ്ങളടക്കം നോക്കണം. കൂടാതെ ആളുകളുടെ സുരക്ഷ, താരങ്ങളുടെ സുരക്ഷ, ഇതടക്കമെല്ലാം തന്നെ നോക്കണം. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ വളരെ നേരത്തെ തയ്യാറാക്കേണ്ട സാഹചര്യമുണ്ട്. ആളുകൾ വളരെ നേരത്തെ തന്നെ ബംഗളൂരുവിലേക്ക് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് എത്തിയെന്നത് തന്നെയാണ് ഈ ലഭിക്കുന്ന വിവരം. അത് ഒരുക്കങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടായോ എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതായുണ്ട്. പക്ഷേ എന്തായാലും കൂടുതൽ ആളുകൾ ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ചത് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വിക്ടറി പരേഡ് പൂർണ്ണമായും ഒഴിവാക്കി. കൂടാതെ നിരവധി പേർക്ക് പരിക്കേറ്റു. പലരും കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയുണ്ടായി. നിലവിൽ രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളുടെ നില ഗുരുതരമായി തുടരുന്നു. പലരെയും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം. എന്തായാലും സംഭവത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പറയുന്നത്. 5000-ഓളം പോലീസുകാരെ അവിടെ വിന്യസിച്ചെങ്കിലും പോലും അത് പര്യാപ്തമായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും വലിയ ഒരു ആഘോഷം ഇതിലേക്ക് സങ്കട കടലായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്താ